ഏതൊരു രാഷ്ട്രത്തിൻ്റെയും സുരക്ഷിതമായ ജീവിതത്തിന്, അവിടെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ സുരക്ഷിതത്തിന്, സമാധാനത്തിന് ആണ് നിയമമുണ്ടാക്കുന്നത്. സമൂഹത്തിൽ ആര് കുറ്റം ചെയ്താലും, ഏത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവരെ പിടിച്ചു കൊണ്ടുപോയി സമൂഹത്തിന് അത്തരം ചിന്തകൾ പിന്നീടുണ്ടാവാത്ത വിധത്തിൽ പ്രചോദനമാവുന്ന വിധത്തിലാണ് ശിക്ഷകൾ ഓരോ രാഷ്ട്രത്തിലെ നിയമങ്ങളും നടപ്പാക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ അനേകം നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം കുറ്റവാളികൾക്ക് വീണ്ടും കുറ്റം ചെയ്യുവാൻ അവസരമുണ്ടാക്കുന്ന നിയമങ്ങൾ തന്നെയാണ്. അവരെ പിടിച്ചു കൊണ്ടുപോകുന്നു, കോടതി വിചാരണ നടത്തുന്നു, അവരെ തടങ്കലിലാക്കുന്നു, പരോളിലിറക്കുന്നു. പുറത്തിറങ്ങി വീണ്ടും അതിനേക്കാൾ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത് പിടിക്കപ്പെടുമ്പോൾ പരോളിലിറങ്ങിയ ആളാണ്, അല്ലെങ്കിൽ 2 തവണ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ആളാണ്. ഇങ്ങനെ തുടങ്ങുന്ന വ്യക്തികളെ വീണ്ടും തുറന്നുവിട്ട് സമൂഹത്തിൽ വീണ്ടും കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇന്ത്യയിലുള്ളതായ ശിക്ഷാ നടപടികളും നിയമങ്ങളും ഇന്ത്യ എന്ന രാജ്യത്തെ സത്യം പറഞ്ഞാൽ ഇന്ന് കൊലയാളികളെയും ക്രൂരകൃത്യം ചെയ്യുന്നവരെയും മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവരുടെയും ബലാത്സംഗികളുടെയും വിളവെടുക്കുന്ന നിലമായി ഇന്ത്യ പരിപൂർണമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ശിക്ഷാരീതിയും ആ ശിക്ഷിക്കുന്ന സംവിധാനവും അവരെ സംരക്ഷിക്കുന്ന സംവിധാനവും ഇന്ത്യ എന്ന രാജ്യത്ത് കൂടുതൽ കുറ്റവാളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായി. ആദ്യകാലങ്ങളിൽ 10 കൊല്ലത്തിൽ കേട്ടിരുന്ന എവിടെയോ നടന്നൊരു കൊലപാതകം ഇന്ന് നിത്യസംഭവമായി അവനവൻ്റെ വീടുകൾക്ക് അരികിലും മുന്നിലും പിന്നിലും അവനവൻ താമസിക്കുന്ന അതേ വീട്ടിനകത്തും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയിലുണ്ടാക്കപ്പെട്ട നിയമം കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് സമാധാനമാണ് കിട്ടിയത്? ഇന്ത്യയിലെ മനുഷ്യനെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പിന്മാറ്റപ്പെട്ടത്? വലിയവർ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ചെറിയ മക്കൾ മാതാപിതാക്കളെ കൊന്നുകളയുക, അവനവൻ്റെ സഹോദരികളെ കൊന്നുകളയുക, പ്രേമിച്ച് പിന്നാലെ കൂടിയ പെൺകുട്ടിയെ കൊന്നുകളയുക, പഠിക്കുന്ന സഹപാഠിയെ മയക്കുമരുന്ന് മിഠായികളിൽ കൊടുത്ത് കൂട്ടം ചേർന്ന് ബലാത്സംഗം ചെയ്യുക. ഇന്ത്യയിലെ നിയമം കൊണ്ട് ഇന്ത്യയെ ഇന്ന് പരിപൂർണമായും കുറ്റവാളികളെ ഉൽപ്പാദിക്കപ്പെടുന്ന ഫാക്ടറിയായി ഇന്ത്യ രാജ്യം മാറി. ഇപ്പം കണ്ടില്ലേ, ഷഹബാസിനെ കൊന്ന വ്യക്തികൾക്ക് പരീക്ഷ, SLC പരീക്ഷ, അവരെ പരീക്ഷയിൽ വിജയിപ്പിച്ചെടുത്ത് ഇന്ത്യ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന രാഷ്ട്രീയക്കാരോ MLA അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറോ ആക്കാനായിരിക്കും അവർക്ക് ഈ പറയപ്പെട്ടവർക്ക് SLC പരീക്ഷ പോലീസ് പ്രൊട്ടക്ഷനിൽ കൊടുത്തത്. ഇത് തന്നെയാണ് ഇന്ത്യയുടെ നഷ്ടം. ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്ന സമാധാനമാണെങ്കിൽ നിയമവും ഗവൺമെൻറ്റും ആഗ്രഹിക്കുന്ന ഇന്ത്യ തകരാൻ തന്നെയാണ്.